ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ കൊല്ലം വിജിലൻസ് കോടതിയിൽ എത്തിച്ചു. SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ കോടതി പരിഗണിക്കുന്നു. ദേവസ്വം ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിലും കോടതി ഇന്ന് വിധി പറയും. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് M മനോജ് ചേരുന്നു. മനോജ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് കൊല്ലത്തെ വിജിലൻസ് കോടതിയിൽ നടക്കുന്നത്, കോടതി പരിഗണിക്കുന്നത്. ഒന്ന്, എ പത്മകുമാറിനെ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുന്നു. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്ന ആവശ്യം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ഉണ്ട്. എന്തായാലും കസ്റ്റഡിയിൽ വിട്ട് കൊടുക്കും. കസ്റ്റഡിയിൽ വിട്ട ശേഷം പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷം ഒരുപക്ഷെ മറ്റ് പ്രതികളുമായി കൂടി ഇരുത്തി ചോദ്യം ചെയ്യലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കടക്കും. മറ്റൊരു കാര്യം, ഈ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. മുരാരി ബാബുവിന് ഈ ഒരു പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് ഇപ്പോഴും വിവാദം കത്തി നിൽക്കുകയാണ്, പശ്ചാത്തലത്തിൽ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് കോടതി നടപടികൾ പുരോഗമിക്കുന്നുണ്ടോ? വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, കോടതി നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. കുറച്ച് സമയം മുമ്പാണ് എ പത്മകുമാറിനെ കോടതിക്കുള്ളിലേക്ക് എത്തിച്ചത്. വലിയ സുരക്ഷയിലാണ്, അതായത് പോലീസിൻ്റെ വലിയൊരു സന്നാഹം ഈ കോടതിക്ക് മുന്നിലുണ്ടായിരുന്നു. കോടതി ഗേറ്റ് ഉൾപ്പെടെ അടച്ച് ഈ വാഹനം വരുമ്പോൾ മാത്രം ഗേറ്റ് തുറന്ന് ഉള്ളിലേക്ക് കയറ്റുകയായിരുന്നു. എന്തായാലും പത്മകുമാർ ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിക്കുള്ളിലാണുള്ളത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരുന്നു. ഇന്നാണ് വിധി പറയുക. ഈ ഒരു സാഹചര്യത്തിൽ മുരാരി ബാബുവിന് ജാമ്യം കിട്ടുവാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. എന്തായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്ന കോടതി എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ വിടും. ഇതോടുകൂടി തന്നെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും. ഇനി കൂടുതൽ വിവരങ്ങൾ, അതായത് നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് എ പത്മകുമാറിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിക്കുവാനുള്ളത്. അത് ലഭിച്ചാലുടൻ അടുത്ത നടപടിയിലേക്ക് കടക്കുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും പത്മകുമാറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം കൂടെ കോടതിക്ക് മുന്നിലുണ്ടായിരുന്നു. BJP പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം. അത് കഴിഞ്ഞ തവണ N വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോഴും ഈ പ്രതിഷേധമുണ്ടായിരുന്നു. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം കോടതിക്ക് പുറത്തുണ്ട്. അതോടൊപ്പം തന്നെ ഉള്ളിൽ കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. എ പത്മകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ ഏറ്റവും അവസാനം അറസ്റ്റിലാകുന്ന മുൻ MLA കൂടിയായിട്ടുള്ള CPM നേതാവായിട്ടുള്ള പത്മകുമാറിൻ്റെ മൊഴിയിൽ തന്നെ കൃത്യമായും അന്വേഷണ സംഘത്തിന് മറ്റുന്നതരിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ കസ്റ്റഡിയിൽ ലഭിച്ചു കഴിഞ്ഞാൽ എ പത്മകുമാറിനെ കൊണ്ട് അന്വേഷണ സംഘം വൈദ്യപരിശോധനയ്ക്കായി പോകും. അത് കഴിഞ്ഞ് വൈദ്യപരിശോധന റിപ്പോർട്ട് ഇവിടെ സമർപ്പിച്ച ശേഷമാകും കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോവുക. N വാസുവിനെ ഇതിനു മുമ്പ് 4 മണിക്കൂറാണ്, അതായത് ഒരു ദിവസത്തേക്കാണ് N വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നത്. എന്നാൽ കൂടുതൽ സമയം പത്മകുമാറിനായി അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ സംഘം ഈ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ മറ്റ് വിവരങ്ങൾക്കൊപ്പം തന്നെ കൂടിയിരുത്തി, അതായത് മറ്റു പ്രതികൾക്കൊപ്പം കൂടെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു അറസ്റ്റ് തന്നെയായിരുന്നു എ പത്മകുമാറിൻ്റേത്. പക്ഷേ ഏറ്റവും ഒടുവിലായി എന്നുള്ളതാണ്, അതായത് N വാസുവിനെ 5ാമതായി അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷമാണ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. അത്രയധികം സമയം എ പത്മകുമാറിന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും തന്നിലേക്ക് അന്വേഷണം എത്തില്ല എന്നുള്ള വളരെ കോൺഫിഡൻസോടുകൂടി പ്രതികരിച്ചിരുന്ന എ പത്മകുമാർ ഇന്നുള്ളത് ഈ വിജിലൻസ് കോടതിക്കുള്ളിലാണ്, ആ നടപടിക്രമങ്ങളിലാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് പത്മകുമാറുമായി അന്വേഷണ സംഘം ഇറങ്ങും. മുതിർന്ന ഉദ്യോഗസ്ഥനായിട്ടുള്ള SP ശശിധരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇവിടെ ഉണ്ട്. എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഈ ചോദ്യം ചെയ്യലിൽ പത്മകുമാറിന് പലതും പറയേണ്ടി വരും, പലരുടെ പേരുകളും പറയേണ്ടി വരും എന്നുള്ളതാണ്. മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നു, താൻ ദൈവതുല്യനായി കണ്ടിരുന്ന ആളുകൾ, അത്തരത്തിലുള്ള ആളുകളുടെ പേരുകൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ പത്മകുമാർ പറയുന്നതിനോടുകൂടി തന്നെ അടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടി വരും. നിലവിൽ 6 പേരാണ് അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ, അതായത് അറസ്റ്റിലായിട്ടുള്ളത്. ഇപ്പോൾ റിമാൻഡിൽ കഴിയുന്നത് N വാസുവിൻ്റെ റിമാൻഡ് കാലാവധി കഴിഞ്ഞിരുന്നു. അതിനെ വീണ്ടും കോടതിയിലെത്തിച്ച് വീണ്ടും നീട്ടി നൽകിയിരുന്നു. അത്തരത്തിൽ റിമാൻഡ് കാലാവധിയിൽ കഴിയുന്നവരാണ് ഈ 6 പേരും. അവരെയൊക്കെ തന്നെ മാറ്റി മാറ്റി ചോദ്യം ചെയ്തുകൊണ്ട് അന്വേഷണ സംഘത്തിന് ഈ ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഏതായാലും പലരുടെയും വാദം, അതായത് അറസ്റ്റിലായി ഈ നടപടികൾ നേരിടുന്ന N വാസുവിനെ ഉൾപ്പെടെയുള്ള വാദം, താൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു, അല്ലെങ്കിൽ
അല്ലെങ്കിൽ തനിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പ്രോസിക്യൂഷൻ വാദം എന്ന് പറയുന്നത് ഇവർക്ക് ആർക്കും തന്നെ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്നുള്ളത് തന്നെയാണ്. ഇവർക്കൊക്കെ തന്നെ പങ്കുള്ള കേസാണ്. ഉദ്യോഗസ്ഥരായാലും അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയാലും അടക്കം അത്തരത്തിൽ ചുമതല വഹിക്കുന്നവർക്കുൾപ്പെടെ കൃത്യമായിട്ടുള്ള പങ്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. പക്ഷേ ഇവരിൽ മാത്രമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇവരിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ അന്വേഷണം. ഇനിയും ഉന്നതരിലേക്ക് പോകേണ്ടതുണ്ട്. ആ ഉന്നതർ ആരൊക്കെയാണെന്ന് അവരുടെ മൊഴികളിൽ കൂടെ തന്നെ വ്യക്തമാകുമെന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം അത് തന്നെയാണ് പരിശോധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ പോലീസ് വളരെയധികം സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. കോടതി ഗേറ്റ് അടച്ചിട്ട് ഇൻ ക്യാമറ പ്രോസസ്സാണ് ഉള്ളിൽ നടക്കുന്നത്. കോടതി മുറി അടക്കം അടച്ചിട്ടുകൊണ്ട് വളരെ രഹസ്യമായി തന്നെയാണ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. അത് എല്ലാ തരത്തിലും എൻ വാസുവിൻ്റെ ആയാലും പത്മകുമാറിൻ്റെ ആയാലും അടക്കം നടപടിക്രമങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം എൻ വാസുവിൻ്റെയും കെ എസ് ബൈജുവിൻ്റെയും അടക്കം ജാമ്യാപേക്ഷകൾ കോടതി പരിഗണിച്ചിരുന്നു. ഈ ഡിസംബർ 3-ാം തീയതി എൻ വാസുവിൻ്റെ ജാമ്യാപേക്ഷയിന്മേൽ കോടതി വിധി പറയും. അതോടൊപ്പം തന്നെ ഈ വരുന്ന 29-ാം തീയതിയാണ് തിരുവാഭരണം കമ്മീഷണറായിരുന്ന കെ എസ് ബൈജുവിൻ്റെ ഈ ജാമ്യാപേക്ഷയിൽ കോടതി വിധി പറയുക. അത്തരത്തിലുള്ള നടപടിക്രമങ്ങളും തുടർന്നു പോവുകയാണ്. എല്ലാ നടപടിക്രമങ്ങളും ഈ കൊല്ലം വിജിലൻസ് കോടതിയിലാണ് നടക്കുക. എന്തായാലും ഈ പത്മകുമാർ ഇപ്പോഴും കോടതി മുറിക്കുള്ളിലുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിഷേധവുമായി BJP പ്രവർത്തകരടക്കം ഈ കോടതിക്ക് പുറത്തുണ്ട്. പത്മകുമാറിനെ പുറത്തേക്ക് ഇറക്കുന്നതും അത്രയധികം സുരക്ഷയിൽ തന്നെയായിരിക്കും. എന്തായാലും പത്മകുമാറിൻ്റെ അറസ്റ്റോടുകൂടി ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് CPM ആണ്. CPMൻ്റെ നേതാക്കളിൽ ഒരാൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നു. മുൻ MLA കൂടിയായ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള A പത്മകുമാർ അറസ്റ്റിലായതോടുകൂടി സംസ്ഥാന സെക്രട്ടറിക്ക് അടക്കം പിന്നീട് അത് സംരക്ഷിക്കേണ്ട ഒരു രീതിയിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. വെറും കുറ്റാരോപിതൻ മാത്രമാണ് A പത്മകുമാർ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചു. പിന്നീട് അത് കൂടുതൽ പ്രതിരോധത്തിലാകുന്ന സാഹചര്യത്തിൽ നടപടിയിലേക്ക് നീങ്ങുമോ എന്നുള്ളതൊക്കെ നോക്കിക്കാണണം. എന്തായാലും CPMനെ സംബന്ധിച്ചിടത്തോളം സജീവമായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് A പത്മകുമാർ. ഒരു ദിവസമെങ്കിലും ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സാന്നിധ്യമുണ്ടായിരുന്ന A പത്മകുമാറിൻ്റെ അറസ്റ്റ്, അതായത് ദേവസ്വം പ്രസിഡന്റായി CPM തന്നെ നിയോഗിച്ചിരുന്ന A പത്മകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇനി ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുന്നത്. അതോടുകൂടി തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഈ അന്വേഷണം എത്തുമോ എന്നുള്ളത് തന്നെയാണ് CPMൻ്റെ ആശങ്ക. എന്തായാലും ഈ നിലവിലെ സാഹചര്യത്തിൽ A പത്മകുമാറിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല അന്വേഷണം എന്നുള്ളതാണ് ഈ വിശ്വാസികളടക്കം ഉന്നയിക്കുന്നത്. കാരണം ഇനിയുള്ള ഉന്നതരാരൊക്കെയാണോ അവരൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്തണം. അവരെയൊക്കെ കൃത്യമായി ചോദ്യം ചെയ്യണം. കൃത്യമായ നടപടിയിലേക്ക് ഈ അന്വേഷണ സംഘം പോകണമെന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. അനന്തമ്പ്യാർ, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A പത്മകുമാറിനെ SITക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടുമോ? മുരാരി ബാബുവിന് ജാമ്യം ലഭിക്കുമോ? കൊല്ലം വിജിലൻസ് കോടതി ഈ 2 കേസുകളാണ് ഇന്ന് പരിഗണിക്കുന്നത്. മനോജാണ് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്.